നമസ്കാരം. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് പോലീസ് ഇവിടെ ഈ ഒരു കേസ് എടുക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടപടി ഉണ്ടാകുന്നത് 2 ദിവസം മുമ്പാണ്. ഈ അറസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഇരയുടെ പേരോ അല്ലെങ്കിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും വിവരങ്ങളോ വാർത്തയാക്കാൻ പാടില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോക്സോ വകുപ്പിലെ 23 എന്ന് പറയുന്ന ഒരു വകുപ്പനുസരിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ 6 മാസം മുതൽ 1 വർഷം വരെ അവർക്കെതിരെ പോക്സോ വകുപ്പ് അനുസരിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. 23 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം കേസെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 74 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരവും കേസെടുക്കേണ്ടി വരും. മാതൃഭൂമി പത്രത്തിൽ ഇന്ന് വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരയായിട്ടുള്ള കുട്ടി പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇര പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും ഇരയുടെ വീട് നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അടയാളങ്ങളോ അല്ലെങ്കിൽ ആ നാടിന്റെ പേരോ ഇതൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കുറ്റകരമാണ്. ഇവിടെ മാതൃഭൂമി പത്രത്തിൽ മാത്രമാണോ മറ്റ് പത്രങ്ങളിൽ അത്തരത്തിൽ തന്നെയാണോ വാർത്ത വന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി വാർത്ത മാതൃഭൂമി പത്രത്തിന് ആരാണ് കൊടുത്തത് എങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടി വരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞാൻ അന്വേഷിച്ചിരുന്നു, ആരാണ് ഈ വാർത്ത കൊടുത്തത് എന്ന് അന്വേഷിച്ചിരുന്നു. എന്തായാലും മാതൃഭൂമിക്ക് അത്തരത്തിലൊരു വാർത്ത കൊടുത്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും അത് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ വനിതാ DGP ആയിരുന്ന ശ്രീലേഖ എന്ന് പറയുന്ന അവർ വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. അവർക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കഴിഞ്ഞ ദിവസം ഒരു കേസെടുത്തിരുന്നു. ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യാവകാശ സംഘടന കൊടുത്ത പരാതിയിലാണ് മ്യൂസിയം പോലീസിന് കേസെടുക്കേണ്ടി വന്നത്. അതായത് മുൻ DGPക്കെതിരെ പോലും പോലീസിന് നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ ഭാഗമായി. ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പേര് പറയണമെന്നില്ല. ആ വകുപ്പ് കൃത്യമായി അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സെക്ഷൻ 23 എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെങ്കിൽ ഇര പഠിച്ച സ്കൂൾ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അടയാളങ്ങൾ വെളിപ്പെടുത്തിയാൽ മതി. അങ്ങനെ വെളിപ്പെടുത്തിയാൽ ഈ സെക്ഷൻ 23 എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് കേസെടുക്കാം. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 74 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരവും കേസെടുക്കാം. ഇവിടെ ഇത്തരത്തിൽ കേസെടുക്കാൻ കഴിയും വിധം ഒരു കുറ്റകൃത്യമാണ് മാതൃഭൂമി പത്രം നടത്തിയിരിക്കുന്നത്. ആരാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. വാർത്ത കൊടുത്ത ആൾക്കെതിരെ നടപടിയെടുക്കണം. ഈ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ നടപടിയെടുക്കണം. ഇത്തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ച മറ്റു പത്രങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാകും. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാകും. ഇവരിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് അവരോടാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് അവിടെ പഠിക്കുന്ന കുട്ടികളെ ആശങ്കയിലാക്കും വിധത്തിലുള്ള ഒരു വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത്. ഇക്കാര്യം പരിശോധിക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ട് അത് ആരാണ് അത് കൊണ്ടു നടക്കുന്നത് എങ്കിൽ അവർ തയ്യാറാകണം. തീർച്ചയായും അത് തയ്യാറാകാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് കൈകാര്യം ചെയ്യാൻ ഒരു മടിയുമില്ല. പോലീസ് അന്വേഷിച്ച് സ്വമേധയാ ഈ വിഷയത്തിൽ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. അല്ലാത്ത പക്ഷം തീർച്ചയായും നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.